പിന്നെ മിസ്റ്റർ മുകുന്ദൻ, ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ്. പ്ലീസ്. മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുന്നുണ്ട്, വിഷമം തോന്നില്ല. അതുകൊണ്ട് ശശികല ടീച്ചർക്ക് അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. അധ്യാപികയായി പോയതുകൊണ്ട് എല്ലാം അറിയണമെന്നില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ഒരു യാത്ര പോയി. ടാക്സിക്കാരിലാണ് യാത്ര പോയത്. അപ്പൊ ആ ടാക്സിയുടെ ഡ്രൈവർ പറഞ്ഞു, സാറേ ഒരു ടീച്ചറുടെ പ്രസംഗം കേൾക്കണമെങ്കിൽ ഒന്ന് ഇട്ട് തരാം. ഞാനിവരുടെ പ്രസംഗം കേട്ടു. അയ്യോ, ഞാൻ ഞെട്ടിപ്പോയി. കാരണം വാതരോഗം പിടിച്ച് തളർന്നു കിടക്കുന്ന ഹിന്ദുക്കൾ വരെ ചാടി എഴുന്നേറ്റ് ഈ രാജ്യത്ത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഉന്മൂലനം ചെയ്യുന്ന ഒരു വർഗീയ പ്രസ്ഥാനം അല്ലെങ്കിൽ നാളെ ആവട്ടെ. ഞാനൊക്കെ ധരിച്ചു വരുന്നത് ഈ മദനിയാണ് ഏറ്റവും തീവ്രവാദമായി പ്രസംഗം നടത്തുന്ന ഒരാളെന്നാണ്. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടൂന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ. ഈ ടീച്ചറുടെ പ്രസംഗമൊക്കെ ഒരു മതേതര രാജ്യത്തെ ഗവൺമെന്റ് നിരോധിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഈ അധ്യാപക വൃത്തിയിൽ നിന്നൊക്കെ എന്നേ ഈ ടീച്ചറെ പറഞ്ഞു വിടുമായിരുന്നു. ഇളയപ്പറ്റൊരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ഇതൊന്നുമല്ല, ഇതിപ്പോ കണ്ടോ, നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോ ചിരിച്ചിരിച്ച് ചാവും. ഈ ടീച്ചർ നടത്തുന്ന ഒരു പ്രസംഗത്തിന്റെ കാസറ്റ് ഒരു ദിവസം നിങ്ങൾ ഈ റിപ്പോർട്ടർ ചാനൽ പ്രേക്ഷകരെ കേൾപ്പിച്ചാൽ ഈ ടീച്ചർ ആരാണെന്നും ഇവരുടെ മനോഭാവം എന്താണെന്നും ഇവരുടെ പ്രവൃത്തി എന്താണെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ദയവായി നിങ്ങൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടുപ്പിച്ച് വർഗീയവൽക്കരണം നടത്തി ഈ രാജ്യത്തെ മതേതരത്വം അട്ടിമറിക്കാൻ ശ്രമിക്കരുത് ടീച്ചറെ. മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്. ടീച്ചറ് വിദ്യാർത്ഥികളെ ഉപദേശിക്കേണ്ട ആളാണ്, അവരെ നേർവഴിക്ക് നയിക്കേണ്ട ആളാണ്. അല്ലാതെ അവരുടെ സിരകളിലേക്ക് വർഗീയ രക്തം കുത്തിവെക്കേണ്ട ഒരു അധ്യാപിക അല്ല നിങ്ങൾ. അതുകൂടെ മനസ്സിലാക്കണം. ശരിയല്ലെന്ന് എടോ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ. ശരിയാ. പിന്നെന്താ പ്രശ്നം? തന്റെ വാക്കുകൾക്ക് മറുപടി പറയാനുള്ള സംസ്കാരം എനിക്കില്ല. അയ്യോ, അങ്ങനെ പറയരുത് പ്ലീസ്. നിങ്ങൾക്ക് ഞാനൊരു ചെറിയ ഭൂരിപക്ഷമുണ്ട്, നിങ്ങൾക്ക് അധീശത്വമുണ്ട് എന്ന് വെച്ച് രാജ്യത്തെ ന്യൂനപക്ഷത്തെ രണ്ടാം പൗരന്മാരാക്കുന്നത്. അതെ മത്തായിച്ചിന് അറിയാമോ ഈ നാട്ടിൽ മത്തായിച്ചിന്റെ വില എന്താണെന്ന്? മത്തായിച്ചിന് ആളുകളുടെ ഇടയിൽ വില മതിക്കാനകത്ത വിലയാ, തേങ്ങാ കൊലയാ. അതുപോലെ തന്നെ നിങ്ങളെ എതിർക്കുന്നവർക്കോ നിങ്ങൾക്ക് എതിർപ്പ് തോന്നുന്ന വിഷയങ്ങളിലോ വെടിവെച്ച് കൊല്ലുന്നതും എങ്ങനെ നമുക്ക് അംഗീകരിച്ചു പോകാൻ കഴിയും? റിപ്പോർട്ടർ ചാനൽ വിളിച്ചു വരുത്തി അപമാനിച്ചതിന് തുല്യമാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? വിളിച്ചു വരുത്തി അപമാനിച്ചതിന് തുല്യമാണ് ഈ സംഭവം ഉണ്ടായത്. എന്റെ പ്രസംഗത്തെ വിലയിരുത്താനോ എന്റെ അധ്യാപനത്തെ വിലയിരുത്താനോ അല്ല ബഹുമാനപ്പെട്ട ഉണ്ണിത്താനെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയത്. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ് കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ. എല്ലാരും ഇങ്ങോട്ട് പൊങ്ങി.